ഹരിഃ ഓം. നാരായണീയം ഒന്നാം ദശകത്തിലെ രണ്ടാമത്തെ ശ്ലോകം. ശ്രീ ഗുരുവായൂരപ്പ ശരണം. ഏവം ദുർലഭ്യ വസ്തുന്യപി സുലഭതയാ ഹസ്തലബ്ധേ യദന്യത് തന്വാ വാചാ ധിയാ വാ ഭജതി ബദ ജനഃ ക്ഷുദ്രതൈവ സ്ഫുടേയം. ഏതേ താവത് വയന്തു സ്ഥിരതരമനസാ വിശ്വപീഡാപഹത്यै നിശ്ശേഷാത്മാനമേനം ഗുരുപവനപുരാധീശം ഏവ ആശ്രയാമഃ. സജ്ജനങ്ങളെ, രണ്ടാമത്തെ ശ്ലോകത്തിൽ ഭട്ടതിരിപ്പാട് എന്താണ് പറഞ്ഞിട്ടുള്ളത് എന്ന് നോക്കാമല്ലോ അല്ലേ? ഏവം ദുർലഭ്യമസ്തുന്യപി എന്നാ പറയുന്നത് ഭട്ടതിരിപ്പാട്. ദുർലഭ്യം, ഇത് ദുർലഭമായ ഒരു വസ്തുവാണ് ഈ ബ്രഹ്മം എന്നുള്ളത്. പക്ഷേ ഏവം സുലഭതയാ ഹസ്തലബ്ധേ, ഇങ്ങനെ സുലഭമായിട്ട് കയ്യിൽ കിട്ടിയിരിക്കെ ജനഃ അന്യത് തന്വാ വാചാ ധിയാ വാ വദ ഭജതി യത് ഇയം. ആളുകൾ വേറെ വലുതിനെയും ശരീരം കൊണ്ടോ വാക്കുകൊണ്ടോ ബുദ്ധി കൊണ്ടോ കഷ്ടമേ ആശ്രയിക്കുന്നു എന്നത് സ്ഫുടാ ക്ഷുദ്രതായേവ, സ്പഷ്ടമായ കൊള്ളരുതായ്മ തന്നെയാകുന്നു. ഏതേ വയം തുതാവത്, എന്നാൽ നാമാകട്ടെ ഇപ്പോൾ സ്ഥിരതര മനസാ, ഉറച്ച മനസ്സോടുകൂടിയിട്ട് വിശ്വപീഡാപഹത്തെ, സമസ്ത പീഡകളുടെയും അറുതിക്കായിട്ട് നിശേഷാത്മാനം ഏനം, സർവാത്മാവായിട്ടുള്ള ഈ ഗുരുപവനപുരാധീശം ഏവ ആശ്രയാമഹ, ഗുരുവായൂരപ്പനെ തന്നെ ആശ്രയിച്ചു കൊള്ളുന്നു എന്ന് പറഞ്ഞു തരുന്നു. ഇതിൽ വാക്കുകൾ ഇങ്ങനെയാണ്. പദം മുറിച്ചിട്ട് അല്ലെങ്കിൽ വാക്ക് മുറിച്ച് നോക്കുക, നോക്കാമല്ലോ അല്ലേ? ഏവം ദുർലഭ്യ വസ്തുനി അപി ആണ് വേണ്ടത്. വസ്തുന്യപി എന്ന് പറയണം. വസ്തുന്യപി എന്ന് പറയരുത്. വസ്തുന്യപി, വസ്തുനി അപി സുലഭതയാ ഹസ്തലബ്ധേ ഏതന്യത്, യത് അന്യത്, അപ്പോ ഏതന്യത് എന്ന് വരും. തന്വാ വാചാ ധിയാ വാ ഭജതി ബദ ജനഃ ക്ഷുദ്ര തൈവ സ്ഫുടേയം. ക്ഷുദ്രതൈവ എന്ന് പറയുമ്പോൾ ക്ഷുദ്രത ഏവ എന്നാണ് വരിക. ക്ഷുദ്രതൈവ സ്ഫുടേയം. ഏതേ താവത് വയന്തു, ഏതേ താവത് വയന്തു എന്ന് പറയണം. ദ്വയന്തു എന്ന് പറഞ്ഞാൽ അർത്ഥം മാറിപ്പോകും. ഏതേ താവത് വയന്തു, വയം എന്ന് പറഞ്ഞാൽ ഞങ്ങൾ, നാം എന്നൊക്കെയാണ് അത്രേ അർത്ഥം. ഏതേ താവത് വയന്തു സ്ഥിരതര മനസാ വിശ്വപീഡാപഹത്यै, അവിടെ ഒന്നും വാക്ക് മുറിക്കേണ്ട ആവശ്യമില്ല. നിശേഷാത്മാനം ഏനം, നിശേഷാത്മാനം ഏനം ഗുരുപവനപുരാധീശമേവാശ്രയാമഹ. ഒന്നിച്ചാ കൊടുത്തിരിക്കുന്നത്. ഗുരുപവനപുരാധീശം ഏവ ആശ്രയാമഹ എന്ന് വേണം നമ്മൾ പദം മുറിച്ച് പറയുമ്പോൾ ചൊല്ലേണ്ട വസ്തുതകൾ. ഏവം ദുർലഭ്യവസ്തുന്യപി സുലഭതയാ ഹസ്തലബ്ധേ യദന്യത് തന്വാ വാചാ ധിയാ വാ ഭജതി ബദ ജനഃ ക്ഷുദ്രതൈവ സ്ഫുടേയം. ഏതേ താവത്
വയന്തു സ്ഥിരതരമനസാ വിശ്വപീഡാപഹത്यै നിശ്ശേഷാത്മാനമേനം ഗുരുപവനപുരാധീശം ഏവാശ്രയാമഹ. ശ്രീ ഭട്ടതിരിപ്പാട് വളരെ വളരെ ഭക്തിയോടും ശ്രദ്ധയോടും കൂടിയിട്ടാണ് ഗുരുവായൂരപ്പൻ്റെ മുന്നിൽ നാരായണീയം എന്ന മഹാകാവ്യം സമർപ്പിച്ചത്. അദ്ദേഹത്തിന് വാതരോഗമായിരുന്നു വന്നിരുന്നത്. എല്ലാവർക്കും അറിയാവുന്ന സംഗതിയാണ്. ഭട്ടതിരിപ്പാടിൻ്റെ ജീവചരിത്രത്തെക്കുറിച്ച് കുറേശ്ശെയായിട്ട് നമുക്ക് മനസ്സിലാക്കാം. ആദ്യം നമ്മൾ തെറ്റുകൂടാതെ അക്ഷരങ്ങൾ പഠിച്ച് ശ്ലോകങ്ങൾ പഠിച്ച് വരുമ്പോൾ പിന്നെ അർത്ഥം മനസ്സിലാക്കണം എന്ന് തോന്നും. അങ്ങനെ വരുമ്പോൾ കൂടുതൽ ശ്രദ്ധയോടുകൂടി നമ്മൾ പഠിച്ചു കഴിഞ്ഞാൽ അർത്ഥം പറഞ്ഞു തരാൻ ഒരാളെ ഗുരുവായൂരപ്പൻ ഏർപ്പാടാക്കും എന്നാ പറയുന്നത്. അതുകൊണ്ട് നമുക്കെല്ലാവർക്കും ശ്രദ്ധയോടുകൂടിയിട്ട് തന്നെ ഈ നാരായണീയം പഠിക്കാം. പിന്നെ ഒരു പുസ്തകവും പെൻസിലായാലും മതി, പെന്നായാലും മതി, നിങ്ങൾ എടുത്തു വെച്ച് എഴുതിയെടുത്തു കഴിഞ്ഞാൽ ഈ പദം മുറിച്ച് വായിക്കുമ്പോൾ വളരെ എളുപ്പത്തിൽ തെറ്റുകൂടാതെ വായിക്കാൻ പറ്റും എന്ന് മഹാത്മാക്കൾ പറയുന്നുണ്ട്. ഈ ശ്ലോകത്തിൽ തന്നെ നമുക്ക് നോക്കാം. മൂന്നാമത്തെ വരിയില് ഏതേ താവദ്വയന്തു എന്നാണ്. എല്ലാവരും വായിക്കുക. ഏതേ താവദ്വയന്തു ആ വായിക്കുക. ദ്വയം എന്ന് പറഞ്ഞാൽ രണ്ട് എന്നാണ് അർത്ഥം. അതേസമയം താവത് വയം തു എന്ന് പറയുമ്പോൾ വയം എന്ന് പറഞ്ഞാൽ ഞങ്ങൾ അല്ലെങ്കിൽ നാം എന്നൊക്കെയാണ് അർത്ഥം വരിക. അങ്ങനെ പഠിക്കുന്ന സമയത്ത് അർത്ഥം തെറ്റാതെ നമുക്ക് വായിക്കാൻ പറ്റും. ഇതാണ് ഇതിൻ്റെ സവിശേഷത. അദ്ദേഹം വലിയൊരു സംസ്കൃത പണ്ഡിതനായിരുന്നു. കൂടാതെ വ്യാകരണത്തിലൊക്കെ നല്ല പ്രാവീണ്യം നേടിയ ആളായിരുന്നു. അതുകൊണ്ട് ഇതുപോലുള്ള കൂട്ടക്ഷരങ്ങൾ ഇനിയും ഒരു വാക്കിൽ തന്നെ 3-4 അക്ഷരങ്ങളൊക്കെ വരുന്ന പോലെയാണ് അദ്ദേഹം നാരായണീ രചന ചെയ്തിട്ടുള്ളത്. ഭഗവാൻ ശ്രീ ഗുരുവായൂരപ്പന് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു കാവ്യമാണ് ഈ നാരായണീയം, ശ്രീമന്നാരായണീയം എന്നുള്ളത്. എൻ്റെ മഹത്വവും ഗുരുവായൂരപ്പൻ്റെ മഹത്വവും ഭഗവാന്റെ അനുഗ്രഹവും എല്ലാം നമുക്ക് ക്രമേണ പഠിക്കാം അല്ലേ കൂട്ടുകാരെ? ശരി, നമസ്കാരം. ഹരി ഓം.